ഹായ് ഫ്രണ്ട്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മാസ് മിനി കിച്ചണിലെ വിഭവങ്ങളോടൊപ്പം നമുക്ക് ഓണം ആഘോഷിക്കാം. ഇന്ന് വളരെ സൂപ്പർ ടേസ്റ്റിയായ സദ്യ വട കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് 3 മണിക്കൂർ കുതിർത്തെടുത്തു. ഇനി ചെറിയ ജാറിൽ കുറേശ്ശെയായി ഇട്ട് 2 സ്പൂൺ വീതം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. കൈ വെള്ളത്തിൽ മുക്കി മാവ് കുറേശ്ശെയായി എടുത്ത് ചൂടായ എണ്ണയിലേക്കിട്ട് 2 സൈഡും ഫ്രൈ ആക്കി എടുക്കുക. ബാക്കിയുള്ളവയും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ഒന്ന് ചെയ്യണേ. വടയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇടത്തരം 2 ഉരുളൻകിഴങ്ങും 2 സവാളയും എടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി 1 കപ്പ് തേങ്ങയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി നരച്ച് 1 കപ്പ് 1/4 പാലും 1/2 കപ്പ് 2/2 പാലും എടുക്കാം. ഇനി ഒരു കടായിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഉരുളൻകിഴങ്ങ്, സവാള, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റുക. ലോ ഫ്ലെയിം ആക്കുക. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ എന്നിവ ചേർത്ത് പച്ചച്ചുവ മാറുന്നതുവരെ ചൂടാക്കുക. ഇനി 1/2 കപ്പ് 2/2 പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് വേവിക്കുക. വെന്ത് വന്ന കറിയിലേക്ക് 2/2 പാൽ ഒഴിച്ച് ചെറുതായി ഒന്ന് ചൂടാകുമ്പോൾ വടകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഒരു പാനിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ചെറുതായി കട്ട് ചെയ്ത 2 ചെറിയ ഉള്ളി, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യയിലെ വട കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ കൂട്ടുകറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഗുഡ് ബൈ.